ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം, തലവേദന എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് എനിക്കുള്ളൊരു അസുഖമാണ് കേട്ടോ. കുറേ ആയി തലവേദന ഞാൻ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, 2-3 പേര് മൈഗ്രെയിന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കീഴ്ശ്ശേരിയിലൊരു ഡോക്ടറെ കാണിച്ചപ്പം 2-3 തവണ നമ്മൾ കാണിച്ചു, മരുന്നൊക്കെ കുടിച്ചു, എന്നിട്ടും കുറവില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് CT സ്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ തലവേദന മാത്രമല്ല, തലയ്ക്ക് ഭയങ്കര വെയിറ്റുമാണ്. അപ്പോൾ അതെന്താ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആണ് നമ്മൾ പോകുന്നത്. അമ്മ അവിടെ മാവേലിയിൽ നിന്ന് വരുന്ന പറഞ്ഞത്. ഇപ്പോഴും നല്ല തലവേദന ഉണ്ട്, എനിക്ക് ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയ വയ്ക്കിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോകുന്നതും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ. അവിടേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്താണെങ്കിൽ CT സ്കാനിന് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുറത്തൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാസ്കൊക്കെ വാങ്ങി നേരെ ഹോസ്പിറ്റലിൽ കയറി. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഷീറ്റ് എന്ന് പറയുന്നത് 86 കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നത് CT സ്കാൻ എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് MRI ആണ് എടുക്കേണ്ടത്. അത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ MRI എന്നൊക്കെ പറയുമ്പം അത്ര വലിയ അങ്ങനെയാണല്ലോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ടെൻഷനായി. പിന്നെ അത് മാത്രമല്ല, നല്ല എമൗണ്ടും വേണം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ മഞ്ചേരി വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് തലേൻ്റെ ഉള്ളിൽ ഞരമ്പിന് നീരിറങ്ങിയതാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിവിടേക്ക് ഒരുമാതിരി ബുദ്ധിമുട്ട്. തലയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റും. അപ്പോൾ അതാണ് ഇനി നമുക്ക് MRI എടുക്കാൻ പോകണം. ഇപ്പം നമ്മൾ മഞ്ചേരിയുള്ള കാരുണ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാബിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നിട്ട് ഷീറ്റ് കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ MRIക്ക് അറൗണ്ട് ഒരു 5000 സംതിങ് ഒക്കെ ആകും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് തന്നെ ഇവരുടെ വണ്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും വേഗം കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ കാരുണ്യത്ത് ഷീട്ടുമായിട്ട് MDC MRI എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്ററിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരുണ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1000 രൂപ ഡിസ്കൗണ്ട് എന്നാണ്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞ് 500 രൂപ എന്നാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അവിടെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ എഴുതി വെച്ച ബോർഡാണെന്നുണ്ടെങ്കിൽ 500 രൂപ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ മിസ്റ്റേക്ക് എന്തോ അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനും സമ്മതപത്രത്തിൽ എൻ്റെ പേരും ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ നേരെ പൂക്കോട്ടിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാർക്കും 1/2 മണിക്കൂർ വീതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-2.5 മണിക്കൂർ അവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ പൂക്കോട്ടിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴും ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളോട് കയറാൻ പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മളൊരു 1/2 മണിക്കൂർ, ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് എന്താ പറയുക, നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യാൻ വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാല് കൊഴിയുക, കൈ കൊഴിയുക, എനിക്ക് ഒരു ശേഷിയില്ലാത്ത പോലെ ഫീൽ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞാനിത് ഈ ഒരു പച്ച ഡ്രസ്സ് ഇട്ടിട്ട് ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തായിരിക്കും അങ്ങനെ ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു വയറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കത്തിക്കാളല്ലാതെ അയ്യോ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുക അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്താ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് ഇറങ്ങിയ സമയത്ത് നല്ല തലവേദന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തലമീനലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ റൂമിൽ റെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ MRI സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ തലയിൽ ഞരമ്പിൻ്റെ ഉള്ളിൽ നീര് ഇറങ്ങുകയാണോ കെട്ടിയെടുക്കണോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ MRI എടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അടയ്ക്ക് അങ്ങനെയൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് 5 മിനിറ്റ് മുൻപ് സ്കാനിങ് കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് നല്ല തലവേദനയും
കൈ സത്യം പറഞ്ഞാൽ ഇത്ര തലവേദനയായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾ കാണാതെ പോരുത്. നല്ല തലവേദന ആയപ്പോൾ ഇവിടെ കിടക്കാൻ പറഞ്ഞതാണ് കേട്ടോ. തലവേദന ചെറിയ രീതിയിൽ തലമിന്നലും ആയപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ കണ്ടാലും ഇപ്പം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ അമ്മേനോടൊക്കെ എപ്പോഴും തലവേദന അറിയുമ്പോൾ അങ്ങനെ ഒന്നാമത് ഞാനങ്ങനെ കിടക്കാഞ്ഞിട്ടാണ് എനിക്കറിയില്ല. തലവേദന എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ രീതിയിൽ വിശ്വസിക്കാറ് തലവേദന അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തലവേദനയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ സീനില്ലായിരുന്നു. കാരണം എനിക്ക് നമ്മൾ ചോറില്ല, ചോറ് മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങുക അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ തലവേദന മാറാറുണ്ടായിരുന്നു. പക്ഷേ ഇത് തലയ്ക്ക് ഭയങ്കര കന, എനിക്ക് ഇവിടെ മുതൽ മൊത്തം കന. ഇപ്പോഴും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ശരിക്കും ഒന്നിനും കഴിയില്ല. എന്നിട്ട് ഞാൻ എനിക്ക് ഡെയിലി തലവേദന, ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി തലവേദന. എന്നെ അറിയുന്ന ഫ്രണ്ട്സിനെ, കുറച്ച് മുമ്പത്തെ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചറിയാം എനിക്ക് ഡെയിലി തലവേദന. പിന്നെ ഞാൻ എപ്പോഴും നമുക്കിങ്ങനെ തലവേദന എന്ന് പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു മടുപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ പൊതുവേ ആരോടും അങ്ങനെ അല്ലാതെ പറയില്ല, ഉണ്ടെങ്കിൽ ഞാനത് സഹിക്കാനല്ലാതെ പറയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 4-5 മാസമായിട്ടാണ് എനിക്ക് തലേൻ്റെ ഇവിടെ മൊത്തം എനിക്കൊരുമാതിരി വെയിറ്റ്, ഈ ഭാഗം മൊത്തം ഇടത് ഭാഗം മൊത്തം എനിക്ക് വെയിറ്റാണ്. അതും ഞാനിങ്ങനെ ഡെയിലി പറഞ്ഞ് പിന്നെ കേൾക്കുന്നവർക്ക് മടുപ്പല്ലേ വെച്ചിട്ട് ഞാൻ കുറേ മിണ്ടാതിരുന്നു. ഇപ്പോഴും എനിക്കുണ്ട്. ഇതൊക്കെ ഉള്ള സമയത്താണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കൽ, എഡിറ്റിങ് കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സ്റ്റിൽ ഇപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ റിസൾട്ട് കിട്ടട്ടെ. എനിക്ക് സ്കാനിങ് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, പള്ളിയിൽ കൂടി ഇങ്ങനെ ഒരു ടെൻഷൻ, എനിക്ക് സീരിയസ്ലി എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഇത് എന്താകുമെന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഒരു കാളിൽ വരും പള്ളിയിൽ കൂടെ, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ റിസൾട്ട് വരട്ടെ, ഒന്നുമില്ലാതെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ റിസൾട്ട് കിട്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്കാനിങ് കഴിഞ്ഞത് 5 മണിക്കാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 8 മണിയാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇനി എന്നാണ് ഡോക്ടർ വരുന്നത് വെച്ചാൽ അന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അതായത് ഡോക്ടർ ശനിയാഴ്ചയാണ് വരുന്നത്, ശനിയാഴ്ച കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നിട്ടോ. പോകുന്ന സമയത്ത് എനിക്ക് മസാല ദോശ കഴിക്കാൻ പൂതിയായിട്ട് ഞാൻ അമ്മേനോട് മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് മസാല ദോശ ഓർഡർ ചെയ്തിട്ടോ. 2 മസാല ദോശയും 2 ചായ ഓർഡർ ചെയ്തു. അങ്ങനെ ചായ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മസാല ദോശ SP ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മലയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ 2 വട ഉണ്ടായിരുന്നു. വട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. തലവേദന ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫുഡിനോട് ഭയങ്കര ക്രേസിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് കഴിച്ചു, ബാക്കി കുറച്ചൊന്ന് അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ, ബസ്സിൽ പോരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, 2 ദിവസമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അത് ഇനി എന്തിൻ്റെതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും എനിക്ക് ഇങ്ങനെ വായ തുറക്കുമ്പോഴേക്കും എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വൊമിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ വായിൽ കൈയിട്ടിട്ടാണ് വൊമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ നേരെ ബസ്സിൽ പോന്നിട്ട്, ബസ്സിൽ പോരുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബസ്സിൽ കയറിയാൽ എനിക്ക് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാറുണ്ട്. എന്നും ബസ്സിൽ പോകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചില സമയത്ത് ബസ് കയറിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് ടൈം ഞാനൊന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, എന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഡോക്ടറെ കാണിക്കേണ്ടത് ശനിയാഴ്ചയാണ്. റിസൾട്ടും കൊണ്ട് പോകണം. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ.